സൗദി അറേബ്യയിലെ റിയാദിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച 3 മലയാളികളായ ക്രൈസ്തവരെ സൗദി അറേബ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി ഇതുവരെയും വെളിവായിട്ടില്ല എങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പുതിയതല്ല. 10-20 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. സൗദി അറേബ്യയിലെ റിയാദിൽ മുറിയടച്ചിരുന്ന് സ്വകാര്യമായി പ്രാർത്ഥിച്ചതിന് പത്തനംതിട്ട, കോഴിക്കോട്, കൊല്ലം സ്വദേശികളായ 3 മലയാളികളെ റിയാദിലെ അൽ അസീസിയ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർ കത്തോലിക്ക സഭാ വിശ്വാസികളും ഒരാൾ മർത്തോമ സഭക്കാരനുമാണ്. 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ ഇതുവരെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ റിയാദ് പോലീസ് തയ്യാറായിട്ടില്ല. മതപ്രചരണമോ സുവിശേഷ പ്രഘോഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് സ്വകാര്യമായി പ്രാർത്ഥിക്കുക മാത്രമായിരുന്നു അവർ ചെയ്തത്. ഇതിൻ്റെ പേരിലാണ് ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തയിൽ കാണുന്നത്. സൗദി അറേബ്യയിൽ ഇതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ഒരു പട്ടണത്തിൽ സുവിശേഷ പ്രവർത്തകനായിരുന്ന ഒരു യുവാവ് 20-ലധികം വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ തൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ സൗദി അറേബ്യയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിച്ച യുവാവ് സൗദിയിലെത്തി. സൗദിയിലെ പല ഭവന കൂട്ടായ്മകളിലും പങ്കെടുത്തു. അടുത്ത ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു. മറ്റൊരു ഭവനത്തിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റിൽ നിന്ന് അടുത്ത ഫ്ലാറ്റിലെത്തി. അവിടെ ലിഫ്റ്റിൽ കയറാനായി നിൽക്കുമ്പോൾ അവിടുത്തെ മതപോലീസിന് സംശയമുണ്ടായി. അങ്ങനെ അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, സ്റ്റേഷനിലെത്തിച്ചു. ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ രേഖകളും വിശദമായി പരിശോധിച്ചു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഡയറി അവർ പരിശോധിച്ചതിൽ അവിടെയുണ്ടായിരുന്ന പ്രമുഖരായ ക്രൈസ്തവരുടെ ഒരു 100-ലധികം ക്രൈസ്തവരുടെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ആ ഡയറിയിൽ നിന്ന് കിട്ടി. അങ്ങനെ അവർ 100ഓളം പേരെ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും അതിൽ ചിലരെ നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ നാട് കടത്തിയതിൽ വളരെ പ്രമുഖരായവർ 10-30 വർഷത്തോളം സൗദിയിൽ ജോലി ചെയ്തവരായിരുന്നു. അവർക്കൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ അവരെ അവിടുന്ന് നാട് കടത്തി. വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു അത്. ഈ യുവാവിനെ അവർ ഏതാണ്ട് 9 മാസത്തോളം സൗദി അറേബ്യയിലെ ജയിലിൽ അടച്ചു. അതിനുശേഷം വളരെ പ്രതിഷേധങ്ങളുണ്ടായി. ഒടുവിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് അവിടുത്തെ മലയാളികൾ നൽകിയ നിവേദനത്തെ തുടർന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് 9-ാം മാസത്തിൽ ഈ യുവാവിനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അക്കാലത്ത് ഇത് ക്രൈസ്തവ ലോകത്ത് വളരെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വിഷയമായിരുന്നു. ക്രൈസ്തവ രാജ്യങ്ങളിൽ കടന്നു ചെല്ലുന്നവർ കാട്ടിക്കൂട്ടുന്ന വേലത്തരങ്ങൾ നാം ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കാണുന്നതാണ്. അവിടെ എന്തും ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എയർപോർട്ടുകളിൽ പുണ്യപുരാണ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു, മറ്റു മതങ്ങളുടെ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു. അതവർക്കവിടെ മതപരിവർത്തനമല്ല, ക്രൈസ്തവരുടെ വിശാല മനസ്കതയാണ്. ഇവിടെ അങ്ങനെ ചെയ്താലുണ്ടാകുന്ന പ്രശ്നമെന്തെന്ന് നാം കണ്ടു. ക്രൈസ്തവരുടെ അത്രയും വിശാലത മറ്റുള്ളവർക്കുണ്ടാകണമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാകും? ക്രൈസ്തവ സഭകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ വിശാല മനസ്കരാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയും. സൗദിയിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ ആ രാജ്യത്തെക്കുറിച്ചുള്ള ആകാംക്ഷ കൂട്ടുകയാണ്. ക്രൈസ്തവരെ പോലെ ഹൃദയവിശാലത മറ്റുള്ളവർക്കില്ലാതെ പോകുന്നു എന്നത് വളരെ ദുഃഖകരമാണ്. ക്രൈസ്തവ രാജ്യങ്ങളിൽ തള്ളിക്കയറി ആ രാജ്യങ്ങളുടെ തനിമ നഷ്ടപ്പെടുത്തിയിട്ട് പോലും
ക്രൈസ്തവ സമൂഹം മറ്റു മതസമൂഹങ്ങളെ ആദരിക്കുന്നത് കണ്ടു തന്നെ പഠിക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.